ഹലോ ഗായ്സ്, അങ്ങനെ +1 പബ്ലിക് എക്സാമിൻ്റെ ഒരു എക്സാമും കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ബയോളജി എക്സാമിനേഷൻ ആയിരുന്നു ഇന്ന് എനിക്ക്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഏകദേശം ഒരു കുഴപ്പമില്ലാത്ത പേപ്പറായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ മോഡലിനെ വെച്ച് ടഫായിരുന്നു പേപ്പറായിരുന്നു പബ്ലിക് എക്സാമിൻ്റേത്. മോഡലിനെക്കാട്ടി ടഫായത് എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷും ബയോളജിയാണ് ഇതുവരെ കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ചില ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തുനിന്ന് വന്നിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നോക്കാം. അതിൽ ഞാൻ എഴുതിയ ക്വസ്റ്റ്യൻ ആൻസറാണ് കേട്ടോ പറയണേ. ഞാൻ ആൻസറൊക്കെയൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഒന്നാമത്തെ, വിച്ച് കിങ്ഡം ഇൻക്ലൂഡ്സ് മൾട്ടി സെല്ലുലാർ ഹെറ്ററോട്രോഫിക് ഓർഗാനിസം വിത്ത് കൈറ്റിൻ ഇൻ ദെയർ സെൽ വാൾസ്? കിങ്ഡം ഫഞ്ചൈ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് പ്ലാന്റ് ഗ്രൂപ്പ് ഹാസ് വാസ്കുലർ ടിഷ്യൂ ബട്ട് നോ സീഡ്സ്? അത് ഓപ്ഷൻ സി, ടെറിഡോഫൈറ്റ്സ് ആണ്. അതേപോലെ ടൈപ്പ് ഓഫ് ഫിനേഷൻ ഇൻ ഡൈക്കോട്ട്, അത് റെറ്റിക്കുലേറ്റ്. പിന്നെ ഒരു റിലേഷൻ വെച്ച് അടുത്തത് ഫില്ല് ചെയ്യാനുള്ള ഒരു ഇതാണ്, അത് ഇക്വറ്റോറിയൽ ഇക്വേഷണൽ ഡിവിഷൻ, അതാണ്. പിന്നെ അഞ്ചാമത്തെ എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. ഞാനത് അപ്പിക്കൽ മെരിസ്റ്റോണ് എഴുതിയത്, അതിന് കറക്റ്റ് ആൻസർ എന്താണെന്ന് അറിയില്ല. ആറാമത്തെ, പിന്നെ റെട്ടൈഡ്സ് ഗോണിയോലെക്സ് ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഏഴാമത്തെ, എന്താണ് ഹെട്രോസ്പോറി എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്ലാങ്കിങ്ങിൽ നിന്ന് മെയിനായിട്ട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ രണ്ട് ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്, മോണോകോട്ട് വാസ്കുലർ ബണ്ടിൻ്റെയും ഡൈക്കോട്ട് വാസ്കുലർ ബണ്ടിൻ്റെയും. ഓക്കെ, അത് സ്റ്റെമ്മിത്തെ ഡിഫറൻസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ് ബുള്ളിഫോം സെൽസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. മോഡലിന് അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഫോട്ടോ വന്നിട്ട് അത് ലേബൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് തരം റൈബോസോംസ് ആണെന്നും ചോദിച്ചിട്ടുണ്ട്. 70s റൈബോസോംസ് ആണ്. അടുത്തത് എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തെ ആ ഒരു 4 ഓർഗനൽസിൻ്റെ പേര് എഴുതാൻ പറ്റുന്ന ഒരു ഫ്ലോ ചാർട്ടാണ്. അതേപോലെ ഹൈഡ്രോലിറ്റിക് എൻസൈംസ് ഉള്ളത് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്ന ലൈസോസോം തന്നെയാണ്. പിന്നീട് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ഫോട്ടോസിന്തസിസ്റ്റാണ്, C3 പ്ലാന്റ്സ്. അതേപോലെ ഈ പാത്വേ റിപ്പോർട്ട് ചെയ്തത് മെൽവിൻ കാൽവിൻ എന്നൊക്കെ എഴുതിയാൽ മാർക്ക് കിട്ടുമായിരിക്കും, കാൽവിൻ സൈക്കിൾ അതുകൊണ്ടാണല്ലോ. പിന്നെ വാട്ട് ഈസ് ദ എൻസൈം ഫോർ കാർബോക്സിലേഷൻ? റുബിസ്കോ. പിന്നെ പ്രൈമറി കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ RUBP. പിന്നെ റെസ്പിറേറ്ററി കോഷ്യൻ്റെ ഒരു ഡെഫിനേഷൻ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2 റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സിൻ്റെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീന്, ഓർഗാനിക് ആസിഡ്, അങ്ങനെ ഏതെങ്കിലും എഴുതിയാൽ മതി. അതിലേതെങ്കിലും 2 എഴുതിയാൽ മതി. പിന്നെ ക്രെബ്സ്, ഈ ഒരു ക്വസ്റ്റ്യൻ 14ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് വായിച്ചപ്പോൾ നേരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാനത് തെറ്റാണ് എഴുതിയത്. എന്നിട്ട് ഞാൻ പിന്നെ നേരത്തെ കഴിഞ്ഞവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ സാറ്, ഇൻവിജിലേറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ മലയാളം ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അത് വായിച്ചപ്പോഴാണ് എനിക്ക് ആ ക്വസ്റ്റ്യൻ പെട്ടെന്ന് കത്തിയത്. എന്നിട്ട് ഞാൻ സാറിനോട് ചോദിച്ചു, അത് തിരിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അതും നല്ലൊരു ഇൻവിജിലേറ്റർ ആയതുകൊണ്ട് പിന്നെ ബോട്ടണിയുടെ സമയം ഇനിയും ബാക്കിയുള്ളതുകൊണ്ടും എനിക്ക് പിന്നെ എൻ്റെ ആൻസർ ഷീറ്റ് തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് മാറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. അത് 15ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. മെൻഷൻ 2 കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് Krebs cycle from which ATP can be synthesized through oxidative phosphorylation. How many molecules of ATP can be produced from each of these compounds? സംഭവം ഇത് വായിക്കുമ്പോൾ മനസ്സിലാവണമൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ആ ഒരു ടൈമിൽ മനസ്സിലായില്ല. പിന്നെ മലയാളം വായിച്ചപ്പോൾ Krebs സൈക്കിൾ ഉൽപ്പാദിപ്പിക്കുന്ന 2 സംയുക്തങ്ങൾ സൂചിപ്പിക്കുക, പിന്നെ ഈ ഒരു സംയുക്തങ്ങളിൽ നിന്ന് ഓരോന്നിൽ നിന്നും എത്ര ATP തന്മാത്രകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലായി. മറ്റേ FeDH2, ആ NADH2 അതിൻ്റെ കണക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പിന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു പ്ലാന്റ് ഗ്രോത്ത് ഡെവലപ്മെൻറ്റിൻ്റെ 4 സംഭവം ബ്രാക്കറ്റിൽ വന്നിട്ട് അത് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. അപ്പോൾ പ്ലാന്റ് ഗ്രോത്ത് ഒക്കെ കുറേ ഇങ്ങനെ കൺഫ്യൂഷനാണ് ഈ ഒരു ഹോർമോൺസൊക്കെ. പക്ഷേ ഇതിങ്ങനെ തന്നിട്ട് എടുത്ത് എഴുതുന്ന ഓക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഹോർമോണിനെ പറ്റിയിട്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അത് ഇത്തിരി ടഫാണ്. പക്ഷേ ഇത് പെട്ടെന്ന് എഴുതാൻ പറ്റി. അത് ആ ഒരു ഓർഡർ ജസ്റ്റ് തിരിച്ചിട്ടാൽ മതി. 4ാമത്തെ 1ാമത്തെ 3ാമത്തെ 2ാമത്തെ അങ്ങനെയാണ് അത് വന്നിരിക്കുന്നത്. പിന്നെ പ്ലാന്റ് ഗ്രോത്ത് ജനറലി ഈസ് ഇൻഡിറ്റർമിനേറ്റ്, ഇവാലുവേറ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനങ്ങനെ ഒരു കറക്റ്റ് ആൻസർ ഒന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഞാൻ പക്ഷേ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട്, കുറേ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു മെരിസ്റ്റമാറ്റിക് സെൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് ഒരു ഡെഫിനറ്റ് ഗ്രോത്ത് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. എന്താ എൻ്റെ ആൻസർ എന്നൊന്നും എനിക്കറിയില്ല. നെക്സ്റ്റ് നമ്മുടെ 3 മാർക്കിൻ്റെ സെഷനാണ്. അതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്തിരി കുഴപ്പിച്ചു എന്ന് ഫ്രണ്ട്സ് പറയണ്ടായിരുന്നു. അത് A എന്ന് പറയുന്നത് ഞാൻ എഴുതിയത് എപ്പികാർപ്പും B മീസോകാർപ്പുമാണ് എഴുതിയത്.
അതേപോലെ മാംഗോൻ്റെയും കോക്കനട്ടിൻ്റെയും മീസോ കാർപ്പിൻ്റെ പിന്നെ എന്താണ് ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അതൊന്നും അങ്ങനെ ചോദിക്കാറില്ല. ഞാൻ മാംഗോൻ്റെ ഫ്ലഷി ആൻഡ് എഡിബിൾ എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ കോക്കനട്ടിൻ്റെ ഫൈബ്രസ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ വിച്ച് ടൈപ്പ് ഓഫ് ഫ്രൂട്ട് ആർ ഫൗണ്ട് ഇൻ മാംഗോ ആൻഡ് കോക്കനട്ട് ആൻഡ് സ്റ്റേറ്റ് ഇറ്റ്സ് പെക്യുലാരിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ട്. ഡ്രൂപ്പാണ് അതിൻ്റെ ആൻസർ. പിന്നെ അതിൻ്റെ പെക്യുലാരിറ്റീസ് ഞാനിത് എന്താണ് എക്സാം ഹാളിന് പോണതിന് തൊട്ട് മുമ്പ് ഈ ഒരു പിന്നെ മോർഫോളജിയിൽ ഈ ഒരു സംഭവം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ മോണോകാർപ്പിലറി സുപ്പീരിയർ ഓവറി എന്നാണ് ഡ്രൂപ്പ് ഉണ്ടാവണമെന്ന് എങ്ങനെയോ കണ്ടു, അത് എഴുതി. അതേപോലെ പിന്നെ എന്തൊക്കെയോ പെക്യുലാരിറ്റീസ് ഞാനിങ്ങനെ ആലോചിച്ച് സീഡ് കോട്ട് എഴുതിയിട്ടുണ്ട്. അതേപോലെ ഹൈലം കാണാൻ പറ്റുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് കറക്റ്റാണെന്ന് അറിയില്ല. മോണോകാർപ്പിലറി സുപ്പീരിയർ ഓവറി അത് കറക്റ്റാണ്, അതിനാണ് അത് ഡെവലപ്ഡ് ആവുന്നത്. പിന്നെ അടുത്തത് സെൽ സൈക്കിളത്തെ ക്വസ്റ്റ്യൻ ആണ്. അത് എന്താണ് പിന്നെ G1 S G2 അത് ഐഡൻറ്റിഫൈ ചെയ്യാനും. അതേപോലെ ആദ്യത്തെ ബി ക്വസ്റ്റ്യനും അത്യാവശ്യം ഒരു ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് NCERT ഉണ്ട് സംഭവം, പക്ഷേ ഇത് ഇത്തിരി ഉള്ളിലാണ്. അധികം അങ്ങനെ ഞാൻ ഓൺലൈൻ ക്ലാസ്സിലൊന്നും പഠിപ്പിക്കണമെന്ന് കണ്ടിട്ടില്ല. അതേപോലെ അങ്ങനെ പൊതുവേ ചർച്ച ചെയ്യപ്പെടാറുള്ള ഒരു ആൻസർ അല്ല. അതിൻ്റെ ആൻസർ മെയിൽ ഹണീബീസ് ആണ്. എസ് ഫേസ് ഈസ് കാൾഡ് സിന്തസൈസ് ഫേസ്. അത് DNA റെപ്ലിക്കേഷൻ ഡബിൾ ആവണോണ്ട് ആണ് ആ എസ് ഫേസ്. പിന്നെ അതേപോലെ എന്താണ് സ്പിൻഡിൽ ഫൈബേഴ്സ് അവിടെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ 19ാമത്തെ ക്വസ്റ്റ്യൻ നെയിം ദ സ്പെഷ്യൽ വേ ഓഫ് ലീഫ് അനാട്ടമി, ക്രാൻസ് അനാട്ടമി. അതേപോലെ അതിൻ്റെ 4 അഡ്വാൻറ്റേജസും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എന്താണ് മോഡലിന് TCA സൈക്കിളല്ലേ വന്ന്, അതുകൊണ്ട് ഇപ്രാവശ്യം വല്ല ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനോ അല്ലെങ്കിൽ ഗ്ലൈക്കോലിസിസോ ആയിരിക്കും വരുന്നത്. പക്ഷേ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഒന്നും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. കാരണം കുറേ കോംപ്ലക്സും അതിനകത്തെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. അതുകൊണ്ട് അത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗ്ലൈക്കോലിസിസ് വരുന്നതായിരുന്നു എൻ്റെ ഒരു ഇത്. പക്ഷേ ഇപ്രാവശ്യം ക്രെബ് സൈക്കിൾ തന്നെയാണ് വന്നത്, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ അത് എന്ന് പറയുന്നത് സിട്രിക് ആസിഡ്, B ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്, മാലിക് ആസിഡ്, ഓക്സാലോസ്റ്റിക് ആസിഡ്. പിന്നെ അതേപോലെ പിന്നെ സയൻറ്റിസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, ഇതിന് ചോദിച്ചിട്ടുണ്ട്. ഹാൻഡ് സ്ക്രബാണ് ആൻസർ. സ്ക്രബ് എന്ന് എഴുതിയാലും മാർക്ക് കിട്ടുമായിരിക്കും. പിന്നെ ഏത് സ്റ്റെപ്പിലാണ് GTP സിന്തസൈസ്ഡ് ആവുന്നത്? ഇതൊക്കെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സസിൽ സ്ഥിരമായിട്ട് അവർ ചർച്ച ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. സക്സിനൈൽ കോഎൻസൈമേ സക്സിനിക് ആസിഡ് ആവുമ്പോഴാണ് ആ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ വഴി GTP ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെയാണ് ബോട്ടണിയാണ് കൂടുതൽ പേർക്കും ടഫായതെന്നാണ് തോന്നുന്നത്. കാരണം എൻ്റെ ഫ്രണ്ട്സിലൊക്കെ ആയിരുന്നു ബോട്ടണി ആയിരുന്നു നല്ല അത്യാവശ്യം ടഫ് ഉണ്ടായിരുന്നു. സുവോളജി സിമ്പിളായിരുന്നു. നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരുന്നു? ബോട്ടണി ആയിരുന്നു, സുവോളജി ആയിരുന്നു ടഫ്? ഈ ബോട്ടണിയും സുവോളജിയും എന്താണ് ഇപ്പോൾ ഓരോ ആൾക്കാരുടെ ഇൻട്രസ്റ്റ് വെച്ചിരിക്കും ഏതാണ് ടഫ് ആവാൻ. ചില ആൾക്കാർക്കൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ ബോട്ടണി സിമ്പിളും സുവോളജി ടഫാണ്. പക്ഷേ ഭൂരിഭാഗം പേർക്കും സുവോളജിയാണ് സിമ്പിൾ. ഞാനൊക്കെ സുവോളജി സിമ്പിളായ കാറ്റഗറിയിലാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സുവോളജീൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ ലിവിങ് വേൾഡത്തെ 1 മാർക്കിന് എപ്പോഴും ചോദിക്കണ ആ ഒരു ഓർഡർ ആക്കുന്നതാണ്. അതെല്ലാവരും ചെയ്തിട്ടുണ്ടാകും വിചാരിക്കുന്നു. അതേപോലെ 2ാമത്തെ ക്വസ്റ്റ്യൻ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്ററാണ് ആൻസർ. അത് ചിലർക്ക് കിട്ടിയില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലായി. പിന്നെ 3ാമത്തെ ക്വസ്റ്റ്യൻ റെസിഡ്വൽ വോളിയം. 4ാമത്തെ ക്വസ്റ്റ്യൻ കാർട്ടിലേജിനസ് ജോയിൻ്റ് ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ ഡയബറ്റിസ് മെല്ലിറ്റസ് ആണ് അതിൻ്റെ ആൻസർ. പിന്നെ 6ാമത്തെ നമ്മുടെ അനിമൽ കിങ്ഡത്തിൽ നിന്ന് ആ ഒരു കോർഡേറ്റയുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മാർക്ക് ചെയ്യാനുള്ളതാണ്. അത് നെർവ് കോഡ്, നോട്ടോ കോഡ്, പാരൻഷ്യൽ ഗിൽ സ്ലിറ്റ്സ്, അതേപോലെ പോസ്റ്റേനൽ ടൈലാണ് അതിൻ്റെ ആൻസർ. പിന്നെ ഈ ഒരു ബയോമോളിക്യൂൾസത്തെ ഇത് സെറീനാണ്. അതേപോലെ ഈ ഗ്ലിസറോൾ കിട്ടാൻ അത്യാവശ്യം പാടുപെട്ടു. എനിക്ക് ആ ട്രൈഹൈഡ്രോക്സി പ്രൊപ്പെയിൻ ആ ആൻസർ വരുന്നുണ്ട്, പക്ഷേ ഗ്ലിസറോൾ വായിൽ വരുന്നുണ്ടായിരുന്നില്ല. അതേപോലെ ഡിഫറൻഷിയേറ്റഡ് എസ്റ്റിവേഷൻ ആൻഡ് ഹൈബർനേഷൻ ചോദിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കോഡൊക്കെ ഉണ്ടായിരുന്നു, മറ്റേ HW ഹൈബർനേഷൻ, വിൻ്ററിൻ്റെ W. പക്ഷേ അപ്പം അതും കിട്ടാത്തവർക്കുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിച്ച ഒരു ട്രിക്ക് ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ മലയാളം തന്നെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. ഉഷ്ണനിദ്രയും ശീതനിദ്രയും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. ഉഷ്ണം എന്ന് പറഞ്ഞാൽ സമ്മർ, ശീതം എന്ന് പറഞ്ഞാൽ വിൻ്റർ. അപ്പോൾ അത് വെച്ചിട്ട് സിമ്പിളായിട്ട് അതിൻ്റെ ഒരു മാർക്ക് നേടായിരുന്നു. ഓക്കെ, അത് ശ്രദ്ധിച്ചിട്ടുള്ള കമൻറ്റ് ചെയ്യുക. പിന്നെ ESൻ്റെ EPൻ്റെ ഫുൾ ഫോം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്, എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ്, അതൊക്കെയാണ് ഞാൻ എഴുതിയത്. പിന്നെ ഏതെങ്കിലും 2 ഫാക്ടേഴ്സ് അതിനെ അഫക്റ്റ് ചെയ്യണത്, ടെമ്പറേച്ചർ എഴുതുക, pH എഴുതുക, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എഴുതുക. പിന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൽ 2ൻ്റെയും പേരും എഴുതണം, അതേപോലെ അതിൻ്റെ ഫയലും എഴുതണം. അപ്പോൾ 1ാമത്തെ പൈലനോഗ്ലോസസ് ആണ്, അത് കൂടുതൽ പേർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ 2ാമത്തെ പൈല അത് കുറച്ച് പിന്നെ ബുദ്ധിമുട്ടിച്ചെന്ന് തോന്നുന്നു. അതിൻ്റെ പേര് പൈല, ആപ്പിൾ സ്നെയിൽ, മൊലസ്കേത്തയാണ്. പിന്നെ 11ാമത്തെ ആ ഒരു അഡാപ്റ്റേഷൻസ് എഴുതാൻ ന്യൂമാറ്റിക് ബോൺസ്, അതേപോലെ ബയോലൂമിനസെൻസ്, ഹെർമാഫ്രോഡൈറ്റ്,
പിന്നെ ഹോമിയോ ടേംസ്, ഈ ഒരു ടേംസ് എഴുതാനായിരുന്നു 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വേറൊരു ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇലക്ട്രോ കാർഡിയോഗ്രാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആ PQRS കോംപ്ലക്സിറ്റി എന്തിനാണ് സൂചിപ്പിക്കണമെന്ന് എഴുതിയാൽ മതി. അതേപോലെ ആ മെഷീനും ചോദിച്ചിട്ടുണ്ട്, അത് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. പിന്നെ അടുത്തത് 3 ടൈപ്പ് മസിൽസ്, സ്കെലിറ്റൽ, കാർഡിയാക്ക്, വിസറൽ. പിന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓഫ് മസിൽസ് ചോദിച്ചിട്ടുണ്ട്. അത് എൻഡോപ്ലാസ്മിക്കിനെ സാർക്കോപ്ലാസ്മിക് എഴുതിയാൽ മതി. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലാണ് അതിൻ്റെ ആൻസർ. അതേപോലെ അടുത്തൊരു ഡയഗ്രാം അതങ്ങനെ പൊതുവെ ചോദിച്ച് കാണാറില്ല. അതിൻ്റെ A ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയത് പൾമനറി ആർട്ടറി ആണ്. അതേപോലെ B ക്വസ്റ്റ്യൻ എഴുതിയത് സിസ്റ്റമിക് ആർട്ടറീസ് ആണ്. B എഴുതിയത് സിസ്റ്റമിക് ആർട്ടറീസ്. പിന്നെ അതിനൊരു B ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ ആൻസർ പൾമനറി വെയിൻ ആണ് എന്ന് തോന്നുന്നു. പിന്നെ അടുത്തൊരു മാച്ച് ദ ഫോളോയിങ്, അതൊന്ന് നോക്കിയാൽ കിട്ടുന്നതാണ്. ഞാൻ എൻ്റെ ടിപ്സിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസോർഡേഴ്സ് ഒക്കെ നോക്കി പോകാൻ. അതിൽ ആ എക്സ്ക്രീഷൻ്റെ ഭാഗത്തു നിന്നാണ് ചോദിച്ചത്. പിന്നെ അടുത്തത് ഹോർമോണിൻ്റെ ഭാഗത്തു നിന്ന് ആ 2 ഗ്ലാൻഡ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. അങ്ങനെ ഞാൻ കുറേ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ ഡെപ്ത് ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ല. അഡ്രിനൽ ഗ്ലാൻഡും തൈറോയിഡ് ഗ്ലാൻഡും. പിന്നെ നമ്മുടെ 3 മാർക്കിൻ്റെ സെഷൻ. ഇതിൽ ആ 17ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാൻ ന്യൂറൽ കൺട്രോൾ അത്ര കണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻ ചെയ്തു വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനത് ലാസ്റ്റ് വെച്ച് എഴുതിയിട്ടുണ്ട്. അത് എഴുതിയത് തലാമസ് ആണ്. ഇതിന് ഉത്തരം എനിക്ക് ശരിയാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. B എഴുതിയത് സെറിബ്രോ ആണ്. C എഴുതിയത് മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. അപ്പോൾ കറക്റ്റാണോ എന്ന് പറയാം. പിന്നെ 18ാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും ആ ഒരു അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ് മേ ലീഡ് ടു കിഡ്നി ഫെയിലർ ഇൻ സം പേഷ്യൻസ്. നെയിം ദ പ്രോസസ് ടു റിമൂവ് യൂറിയ ഫ്രം ബ്ലഡ്. ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നെയിം ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് യൂറിയ. അതെനിക്ക് മിക്ചുറേഷൻ ആണോ ഹീമോഡയാലിസിസ് എന്നാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മലയാളം വായിച്ചപ്പോൾ ഇപ്രാവശ്യം എനിക്ക് മലയാളം സെഷൻ ഉള്ളത് കുറച്ച് ഉപകാരമുള്ളതായി തോന്നിയിട്ടാണ്. അതിൽ വായിച്ചപ്പോൾ യൂറിയ രക്തത്തിൽ അടിഞ്ഞുകൂടുന്നത് വഴി വൃക്കകൾ പ്രവർത്തനരഹിതമാകുന്നു. ഇങ്ങനെയുള്ള രോഗികളിൽ യൂറിയ നീക്കം ചെയ്യുന്ന പ്രക്രിയയുടെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഹീമോഡയാലിസിസ് ആണെന്ന് ഞാൻ ഉറപ്പിച്ചു, അത് എഴുതി. പിന്നെ അതേപോലെ യൂറിൻ ഫോർമേഷനിൽ 2 പ്രോസസ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, ട്യൂബുലാർ സെക്രീഷൻ, ഗ്ലോമറുലർ ഫിൽട്രേഷൻ, അത് എഴുതാം. അതേപോലെ C ക്വസ്റ്റ്യൻ കൗണ്ടർ കറന്റ് മെക്കാനിസം ആണ് അതിൻ്റെ ആൻസർ. അത് ഡിഫൈൻ ചെയ്യാനൊക്കെ പറഞ്ഞാൽ പെട്ടേനെ, പക്ഷെ അത് നെയിം മാത്രം എഴുതിയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അടുത്തത് ഒരു കോമഡി ക്വസ്റ്റ്യൻ ആണ്. അത് ജസ്റ്റ് ആ ഒരു ഓപ്പോസിറ്റ് ആക്കി എഴുതിയാൽ മതി. കോൺട്രാക്ട് റിലാക്സ് ചെയ്യുക, ഇൻക്രീസ് ഡിക്രീസ് ആക്കി എഴുതുക. പിന്നെ അതിൻ്റെ B ക്വസ്റ്റ്യൻ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയൊക്കെയാണ് ട്രാൻസ്പോർട്ട് ആവുന്നത്. അതൊരു 70% ബൈകാർബണേറ്റ്സ് ആയിട്ട് 20-25% ഇത് എന്താണ് കാർബമിനോ ഹീമോഗ്ലോബിൻ. പിന്നെ 7% ഡിസോൾഡ് സ്റ്റേറ്റ് ഇൻ പ്ലാസ്മ. അത് എങ്ങനെ രണ്ടെണ്ണം എഴുതിയാൽ മതി. പിന്നെ പെർസെൻറ്റേജ് ഒന്നും എഴുതണമെന്നില്ല, എങ്ങനെ പോകണമെന്ന് മാത്രം എഴുതിയാലും മതി. പിന്നെ നമ്മുടെ അനിമൽ കിങ്ഡത്തിൽ നിന്നുള്ളതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 20ാമത്തെ. അത് ഏത് ഫൈലമാണെന്ന്. പിന്നെ ആർത്രോപോഡയായിരുന്നു. പിന്നെ ആർത്രോപോഡയത്തെ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഫൈലത്തിൻ്റെ 4 സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ എഴുതാൻ പറ്റി തോന്നുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് അനിമൽ കിങ്ഡത്തിൽ നിന്ന് തന്നെയാണ് കൂടുതൽ മാർക്കിന് വന്നിരിക്കുന്നത്. ഞാനതാണ് ആ ടിപ്സിൻ്റെ വീഡിയോയിൽ അനിമൽ കിങ്ഡം ആരും സ്കിപ്പ് ചെയ്യേണ്ട പറഞ്ഞത്. കാരണം അത്യാവശ്യം പഠിച്ചാൽ നല്ല രീതിയിൽ മാർക്ക് കിട്ടുന്ന ഒരു ചാപ്റ്റർ ആണ് അനിമൽ കിങ്ഡം. 9 മാർക്കൊക്കെ പറയുന്നത് ചില്ലറ കാര്യമല്ലല്ലോ. 9 മാർക്കിനാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് 5 മാർക്കിനാണ് ബയോമോളിക്യൂൾസും എക്സ്ക്രീഷനും. പിന്നെ 4 മാർക്കിന് വന്ന ചാപ്റ്റേഴ്സ് ബ്രീത്തിങ്ങും സർക്കുലേഷനും. പിന്നെ 3 മാർക്ക് വീതം വന്നത് ന്യൂറൽ കൺട്രോൾ, കോർഡിനേഷൻ, ഹോർമോണിൻ്റെ പാഠം, അതേപോലെ ലോക്കോമോഷൻ. പിന്നെ 2 മാർക്കിൻ്റെ ഫ്രോഗ് വന്നിട്ടുണ്ട്, 1 മാർക്കിൻ്റെ ലിവിങ് വേൾഡ്. അങ്ങനെയാണ് സുവോളജിയുടെ ഒരു വെയിറ്റേജ്. അപ്പോൾ എനിക്ക് എക്സാമിനെ പറ്റി പൊതുവെ പറയാനുള്ളത് ബോട്ടണിയും കാട്ടി ടഫാണ്. കാരണം ബോട്ടണിയൊക്കെ അത്യാവശ്യം ടഫാക്കി. സുവോളജി അങ്ങനെ ടഫാക്കിയിട്ടില്ല തോന്നുന്നു. ബാക്കിയൊന്നും അത്ര കുഴപ്പമുണ്ടായില്ല. പിന്നെ കുറച്ച് കൂടുതൽ ഡയഗ്രാംസ് ഒക്കെ ചോദിച്ച പോലെ എനിക്ക് തോന്നി. പിന്നെ നമ്മൾ വിചാരിക്കാത്ത ഏരിയ എന്ന് ചോദിച്ചത് ആ ഒരു മെയിൽ ഹണി ബീസ് ഞാൻ പറഞ്ഞത്, അതാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ വേറെ കുറച്ച് ചെറിയ 2-3 ചോദ്യങ്ങൾ വിചാരിക്കാത്ത ഏരിയസിന് ചോദിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ സ്ഥിരം PYQ നോക്കാറുള്ളതായിരുന്നു. ഓക്കെ, നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാംസ് എന്നൊക്കെ ഒന്ന് പറയാം. ഇനി നമുക്ക് അടുത്ത എക്സാം വരുന്നത് അടുത്ത തിങ്കളാഴ്ചയാണ്. അതുവരെ നമുക്ക് ടൈമുണ്ട്. ഫിസിക്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് ഒന്നും കൂടി നേരെ പ്രിപ്പയർ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത വെള്ളിയാഴ്ച മാത്സും വരുന്നുണ്ട്. ഈ 2 സബ്ജക്റ്റാണ് എനിക്ക് പൊതുവേ കുറച്ച് ഡിഫിക്കൽട്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് നോക്കണം. ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണതൊന്ന് പരിഗണിക്കണം. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്ത് വീഡിയോ ആണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.